ക്രിസ്തുവില് എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലോകരക്ഷകനായി അവതരിച്ചവൻ തന്നെ തന്നെ പൂർണ്ണമായും ലോകത്തിന് വെളിപ്പെടുത്തുന്ന പ്രത്യക്ഷീകരണ തിരുനാളാണ് ഇന്ന് തിരുസഭ ആഘോഷിക്കുന്നത്. ക്രിസ്തുനാഥനെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് സകല ജനങ്ങളെയും അവനിൽ വിശ്വസിക്കുവാനായിട്ടാണ്, അവനിൽ നിന്നും രക്ഷ സ്വീകരിക്കുവാനായിട്ടാണ് ഇന്ന് തിരുസഭ നമ്മോട് ആവശ്യപ്പെടുന്നത്. യേശുവിന്റെ ജനനത്തിന് ശേഷം ജ്ഞാനികൾ വന്നു. അവർ 3 പേരായിരുന്നു, രാജാക്കന്മാരായിരുന്നു, വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ടവരായിരുന്നു എന്നൊന്നും തിരുവചനം വിശദീകരിക്കുന്നില്ല. അവർ ജ്ഞാനികളോ പുരോഹിതരോ ഒരുപക്ഷെ ജ്യോതിഷത്തിൽ നൈപുണ്യമുള്ളവരോ ആയിരിക്കാം. അവർ അന്വേഷിച്ചത് യഹൂദന്മാരുടെ രാജാവായ ശിശുവിനെയാണ്. അപ്രതീക്ഷിതമായ ഈ അതിഥികളുടെ വരവ് അധികാരത്തിലുണ്ടായിരുന്നവർക്ക് വലിയ തലവേദനയാണ് ഉളവാക്കിയത്. ഹെരോദസ് തന്റെ പണ്ഡിതന്മാരെ വിളിച്ച് സത്യം ആരാഞ്ഞു. പണ്ഡിതന്മാർ വിമോചകൻ ക്രിസ്തു ജനിക്കുന്നത് ബെത്ലഹേമിൽ ആയിരിക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞു. ഇവിടെയാണ് യേശുവിനെ അന്വേഷിക്കുന്ന 2 കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൂട്ടരും അന്വേഷണത്തിലാണ്. എന്നാൽ ഈ അന്വേഷണത്തെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ മനോഭാവമാണ്. ഒരു ഭാഗത്ത് എന്ത് വില കൊടുത്തും എന്ത് നഷ്ടം സഹിക്കാനും തയ്യാറായി ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ കണ്ടെത്തി ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കിഴക്കിന്റെ ജ്ഞാനികൾ. ഈ അന്വേഷണത്തിനായി ജ്ഞാനികൾ വീടും നാടും ഉപേക്ഷിക്കുന്നു. സമർപ്പിക്കുവാനായിട്ട് വിലപ്പെട്ടതെല്ലാം കൊണ്ടുപോരുകയും ചെയ്യുന്നു. നഷ്ടം സഹിച്ചുകൊണ്ടുള്ള ജ്ഞാനികളുടെ അന്വേഷണം അവരെ രക്ഷയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ രക്ഷകന്റെ ജനനം അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ സത്വാർത്ഥിയായി മാറുന്നു. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഹെരോദസും കൂട്ടരും ഒന്നും നഷ്ടമാക്കാതെ എല്ലാം സംരക്ഷിക്കുന്നതിനുള്ള ഒരു അന്വേഷണത്തിലാണ്. തൻ്റെ അധികാരവും സമ്പത്തും രാജാവ് സ്വന്തം കൈപ്പിടിയിലാക്കി സംരക്ഷിക്കുവാനുള്ള അവന്റെ അന്വേഷണം പിന്നീട് സ്വന്തം നാശത്തിൽ കലാശിക്കുന്നു. ഹെരോദസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ ജനനം ഒരിക്കലും ഒരു സന്തോഷ വാർത്തയായിരുന്നില്ല, മറിച്ച് ഒരു ഭീഷണിയായിരുന്നു. പലപ്പോഴും ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തെയാണ് ഈ 2 വ്യത്യസ്ത മനോഭാവത്തിലൂടെ വിശുദ്ധ മത്തായി സുവിശേഷൻ വരച്ചു കാട്ടുക. സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിക്കുവാൻ തയ്യാറാക്കാത്തവരും ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാൻ സാധിക്കാത്തവരും ഒരിക്കലും രക്ഷകനെ കണ്ടുമുട്ടുവാൻ സാധിക്കത്തില്ല. ആകയാൽ നമ്മുടെ ദൈവിക അന്വേഷണം എപ്രകാരമായിരിക്കണമെന്ന് കിഴക്കിന്റെ ജ്ഞാനികൾ തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മുന്നിലെങ്ങും ശൂന്യത മാത്രമായിരിക്കും. ദൈവത്തെ അന്വേഷിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് അറിയാത്തൊരവസ്ഥ. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം നമ്മെ വഴി നടത്തുക. ജ്ഞാനികൾക്ക് നക്ഷത്രം വഴികാട്ടിയായിരുന്നത് പോലെ ഒരു ഈജിപ്ത്യൻ പഴമൊഴി ഇപ്രകാരം പറയുന്നു: വിശ്വാസമില്ലാത്ത ഒരുവന്റെ കാഴ്ച പതിക്കുക മരുഭൂമിയിലെ മണലാരണ്യത്തിലാണ്, എന്നാൽ വിശ്വസിക്കുന്നവന്റെ ദൃഷ്ടി പതിക്കുക മണലാരണ്യത്തിന് അപ്പുറമുള്ള മരപ്പച്ചയിലായിരിക്കും. ആകയാൽ ദൈവത്തെ അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ വിശ്വാസം തന്നെയാണ്. ജീവിതത്തിൽ യേശുവിനെ അന്വേഷിക്കുമ്പോൾ യേശുവിൻ്റെ ദർശനം 2 മാർഗത്തിലൂടെ സാധിക്കും. ഒന്നാമതായിട്ട് ആട്ടിടയന്മാർക്ക് കിട്ടിയ ദർശനം. യാദൃച്ഛികമായി നമ്മിലേക്ക് കടന്നു വരുന്ന ദർശനത്തെയാണ് ആട്ടിടയന്മാർക്ക് ലഭിച്ച ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിന്റെ സാധാരണകളിൽ ലഭിക്കുന്ന യേശു ദർശനമാണ് ഇത്. മാലാഹ പ്രത്യക്ഷപ്പെട്ട് രക്ഷകന്റെ ജനനം തങ്ങളെ അറിയിക്കുമെന്ന് ചിന്തിച്ചതുകൊണ്ടല്ല ആട്ടിടയന്മാർ ആ രാത്രിയിൽ ഉറങ്ങാൻ പോയത്. എന്നാൽ യാദൃച്ഛികമായി മാലാഹ പ്രത്യക്ഷപ്പെട്ട് രക്ഷകന്റെ ജനനം അവരെ അറിയിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ സാധാരണകളിലേക്ക് യാദൃച്ഛികമായി ദൈവം ഇറങ്ങി വരികയാണ് ഉണ്ടായത്. സമരിയാക്കാരി സ്ത്രീക്കും ജീവിതത്തിന്റെ സാധാരണതയിലാണ് യേശു ദർശനം ലഭിച്ചത്. അവൾ വെള്ളം കോരാൻ വന്നത്
യേശു ദർശനം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചല്ല. രണ്ടാമതായിട്ട് ജ്ഞാനികളുടെ ദർശനം. വളരെ പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അലച്ചിലുകൾക്കും ശേഷം ലഭിക്കുന്ന യേശു ദർശനത്തെയാണ് ജ്ഞാനികൾ പ്രതിനിധാനം ചെയ്യുന്നത്. തങ്ങൾക്കുള്ള അറിവും വാനനിരീക്ഷണ പാഠവും ഉപയോഗിച്ച് ബുദ്ധിമുട്ടി ദിനരാത്രങ്ങൾ യാത്ര ചെയ്തപ്പോഴാണ് യേശു ദർശനം നേടാനായത്. സക്കേവൂസ് യേശുവിനെ കണ്ടെത്തുന്നതും ജ്ഞാനികളുടെ വഴിയിലൂടെയാണ്. ബുദ്ധിമുട്ടി മുമ്പേ ഓടി മരത്തിൽ കയറിയിരുന്നാണ് യേശുവിനെ കാണുന്നത്. യേശുവിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഉപഹാരങ്ങൾ സമർപ്പിക്കുവാൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ അവർ തയ്യാറായി. ദൈവത്തെ അന്വേഷിക്കുന്നതിനു വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ നാം തയ്യാറാണോ? ഇന്ന് വാഹനമില്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ നമുക്ക് മടിയല്ലേ? പണ്ടൊക്കെ നമ്മുടെ പൂർവികർ മൈലുകൾ നടന്ന് ഞായറാഴ്ച ദിവ്യബലിക്ക് അണഞ്ഞിരുന്നു. ഇന്ന് ദൈവത്തിനു വേണ്ടി ഏറെയൊന്നും ബുദ്ധിമുട്ടാൻ നാം തയ്യാറാകുന്നില്ല. സുവിശേഷത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ യേശു വരാത്തത് കൊണ്ടാണ്. അവർ കാത്തിരുന്നത് രാജാവിനെയും രാജകീയ വരവിനെയുമാണ്. വിജാതീയരായ ജ്ഞാനികളാണ് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത്. ജെറുസലേമിലുള്ള യഹൂദർ ഇതറിഞ്ഞില്ല. കാരണം അവർ സ്വന്തം കാര്യങ്ങളിലും തങ്ങളുടെ ഭൗതിക സുഖങ്ങളിലും മാത്രമാണ് മുഴുകിയിരുന്നത്. വിജാതീയരാണ് അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷിച്ചതും കണ്ടെത്തിയതും. കണ്ടെത്തിയപ്പോൾ അവർ താണു വണങ്ങി ഉണ്ണിയേശുവിനെ ആരാധിച്ചു. എന്നാൽ അരമനയിൽ കയറി രാജാവായ ഹെറോദസിനെ കണ്ടപ്പോൾ അവർ താണു വണങ്ങി എന്ന് പറയുന്നില്ല. അതിന് കാരണം രാജാവായി അവരുടെ രക്ഷകനായ ശിശുവിനെ കണ്ടെത്തി എന്നത് തന്നെയാണ്. ഏറ്റവും വലിയ ആരാധന ആത്മസമർപ്പണമാണ്. ജ്ഞാനികൾ കാഴ്ചയർപ്പണത്തിലൂടെ അവർ നിർവഹിച്ചതും അതാണ്. അവരുടെ കാഴ്ച വസ്തുക്കളാകട്ടെ അർത്ഥപൂർണവുമാണ്. പൊന്ന്, മീറ, കുന്തിരിക്കം. പൊന്ന് ക്രിസ്തുവിൻ്റെ രാജ്യത്വവും മീറ അവൻ്റെ മനുഷ്യത്വവും കുന്തിരിക്കം അവൻ്റെ ദൈവത്വവും ഏറ്റുപറയുന്നു. ഒപ്പം മനുഷ്യനായി തീർന്നിരിക്കുന്ന ദൈവവും രാജാവുമായ രക്ഷകനെ അതിലൂടെ അവർ ആരാധിക്കുന്നു. സാഷ്ടാംഗം പ്രണാമിച്ചുകൊണ്ട് അവന് അവർ സ്വയം സമർപ്പിക്കുന്നു. ഒരു യാത്രാവട്ടം അവിടെ പൂർത്തിയാവുകയാണ്, അവസാനിക്കുന്നില്ല. അതിനാൽ തങ്ങളുടെ യാത്രയുടെ രണ്ടാം ഊഴം ആരംഭിക്കുകയാണ്. ഇനി അവർക്ക് നക്ഷത്രം വഴി കാണിക്കാനില്ല. അത് ആകാശത്ത് നിന്നും മറഞ്ഞു കഴിഞ്ഞു. ഇനി ആ നക്ഷത്ര വെളിച്ചം അവരുടെ മനസ്സിലാണ്. ക്രിസ്തുവിനെ കാണുക വഴി, അനുഭവിക്കുക വഴി അവർ അകമേ പ്രകാശിതരാണ്. രക്ഷകനെ തേടി കണ്ടെത്തിയപ്പോൾ ദൈവം അവരുടെ ഉള്ളം പ്രകാശം കൊണ്ട് നിറച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരായ നമുക്ക് ക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയം അവൻ്റെ സ്നേഹ വെളിച്ചം കൊണ്ട് പ്രകാശിക്കുന്നുണ്ടോ? ഈ പ്രത്യക്ഷീകരണ തിരുനാള് നമുക്കൊരു വെല്ലുവിളിയാണ്. എന്തിനത് വെല്ലുവിളിയാകുന്നു? സകലതും പരിത്യജിച്ച് അവിടുത്തെ അന്വേഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ അവൻ്റെ ശിഷ്യരാകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അനുഭവിച്ച ക്രിസ്തുവിനെ സഹോദരന്മാർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.